വടകരയിലാണ് അംഗം. 20 മണ്ഡലത്തിൽ പോരാട്ടം ഏറ്റവും കനത്തത് വടകരയിലാണ്. അതിന് പ്രധാന കാരണം അംഗത്തട്ടിൽ ഒരു ഉണ്ണിയാർച്ചയായി കെ ശൈലജ ടീച്ചറാണ് ഒരു പക്ഷത്ത് എന്നുള്ളത് തന്നെയാണ്. ടീച്ചർ തത്സമയം നമ്മളോടൊപ്പം ചേരുകയാണ്. ഇത്ര ഭയങ്കര സന്തോഷമാണല്ലോ മുഖത്ത്. സന്തോഷിക്കാതിരിക്കാൻ വകയില്ല. വടകരയിലെ ജനങ്ങൾ വലിയ സ്നേഹമാണ് നൽകുന്നത്. ഈ സാധാരണ നമ്മൾ പ്രചരണം ഇങ്ങനെ വലിയ ചൂടാണ്, ഒരു തളർച്ച ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോ ഈ ഓരോ ദിവസവും ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ടീച്ചറാണെങ്കിൽ കൂടുതൽ വർദ്ധിത വീര്യമായ ആവേശത്തിൽ ഇങ്ങനെ ഓടുകയാണ്. എന്റെ കൂടെയുള്ളവരെല്ലാം നല്ല ഉഷാറാണ്. അപ്പൊ പിന്നെ ഞാൻ അതുപോലെ തന്നെ ഉഷാറായിരിക്കും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വടകരയില് കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. 2 MLA മാർ മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല വടകരയിലാണ് രാഷ്ട്രീയം കൃത്യമായി പറയുന്നത്. പക്ഷെ എന്നാൽ പെട്ടെന്ന് വ്യക്തിഹത്യയിലേക്കും ഈ മണ്ഡലം മാറി. ഇതെല്ലാം നോക്കുമ്പോൾ വടകരയിലെ പോരാട്ടത്തിൽ ടീച്ചർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അവസാന ലാപ്പിലെത്തി. തീർച്ചയായിട്ടും വടകരയിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ചയാവണം എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനവും ആഗ്രഹമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾ ഒരുപാട് മാധ്യമക്കാർ എന്നോട് ചോദിച്ചത് വടകരയിൽ എന്താണ് ടീച്ചർ ചർച്ചാ വിഷയമാവുക എന്നാണ്. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം, എന്റെ എതിരാളികൾ പ്രധാനമായിട്ട് UDF പറഞ്ഞിട്ടുള്ളത് ഇവിടെ ചില പ്രാദേശിക വിഷയങ്ങൾ, ആ പ്രാദേശിക വിഷയങ്ങളാണ് ഇവിടെ ചർച്ചാ വിഷയമാവുക എന്ന രീതിയിലാണ് പറഞ്ഞത്. അവർക്ക് രാഷ്ട്രീയമില്ല പറയാൻ. ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യത്തിലും കോൺഗ്രസ് ഉചിതമായ തീരുമാനം എടുക്കുന്നില്ല. അവർ പകച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, പ്രാദേശിക വിഷയങ്ങളൊക്കെ അതത് സ്ഥലത്ത് അന്വേഷിച്ച് ആവശ്യമായ നടപടിയെടുക്കും. പക്ഷേ ഇത് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സംബന്ധിച്ച വിഷയം തന്നെയാണ് ജനങ്ങൾ ചർച്ചാ വിഷയമാക്കുക. ജനങ്ങൾ ഭീതിയിലാണ്, വലിയ ഉത്കണ്ഠയിലാണ്. കാരണം നമ്മുടേത് ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യമായതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ വളരെ സുചിന്തിതമായാണ് നമ്മൾ ഈ രാജ്യം ഒരു സെക്കുലർ രാജ്യമായിരിക്കണം തീരുമാനിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ഇവിടെ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, സിഖ് ഉണ്ട്, പാഴ്സി ഉണ്ട്, ഒക്കെയുണ്ട്. ആ മതവിഭാഗത്തിലെ ജനങ്ങളെല്ലാം ചേർന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്. അവർക്കെല്ലാം കൂടി ലഭ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമാണിത്. അപ്പോൾ സ്വതന്ത്ര രാജ്യമായിട്ടുള്ള ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് 1.5 വർഷക്കാലത്തോളം ചർച്ച നടത്തിയിട്ടാണല്ലോ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്, ഭരണഘടന. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായി നമ്മൾ സൂചിപ്പിച്ചു, ഡൈവേഴ്സിറ്റിയിൽ ഒരു യൂണിറ്റി ഉണ്ടാവണം, അത് ഇന്ത്യൻ പൗരത്വമാണ്, എല്ലാവർക്കും തുല്യമായ അവകാശമാണ്. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ നമ്മൾ ഈ രാജ്യം ഒരു ഡെമോക്രാറ്റിക്, സെക്യുലർ, സോവറീൻ, സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിരിക്കും എഴുതിയിട്ടുള്ളത്. ഇതിനെല്ലാം കൃത്യമായ അർത്ഥങ്ങളുണ്ടല്ലോ. ഇന്നത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ന്യൂനപക്ഷം ഭയങ്കര ആശങ്കയിലാണ്. 38% ന്യൂനപക്ഷ വോട്ടുള്ള ഒരു മണ്ഡലമാണ് വടകരയിൽ. സ്വാഭാവികമായും ന്യൂനപക്ഷത്തിന്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ആശങ്ക എങ്ങനെയായിരിക്കും അത് ഇടത് ക്യാമ്പിന് ഗുണം ചെയ്യുന്നത്? അതില് ഗുണം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ല, പോരാടണം നമ്മളെല്ലാവരും ചേർന്നിട്ട്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത്, ഒരു തവണ ബഹുമാനായിട്ടുള്ള ശ്രീ AV അബ്ദുറഹിമാൻ ഹാജി അസംബ്ലിയിൽ നടത്തിയൊരു പ്രസംഗം ഉണ്ടായിരുന്നു അദ്ദേഹം ഉള്ള സമയത്ത്. അന്ന് ഞാൻ ഭരണപക്ഷത്ത് ആദ്യമായിട്ട് MLA ആയിട്ട് ഭരണപക്ഷത്തായിരുന്നു, അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു അന്ന്. പക്ഷെ അസംബ്ലിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഉത്തരേന്ത്യയിലെല്ലാം നടക്കുന്ന കലാപങ്ങളും വർഗീയ ലഹളകളും കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഇടതുപക്ഷക്കാർ ആക്രമിക്കപ്പെടുന്നു, ഭാഷാന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അപ്പോൾ ഈ ആക്രമിക്കപ്പെടുന്നവരെല്ലാം യോജിച്ച് ഇന്ത്യയുടെ മതേതരത്വത്തിന് വേണ്ടി പോരാടണം, ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടണം. അസംബ്ലി രേഖകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോഴുണ്ടാവും. ഞങ്ങൾ ഭരണപക്ഷത്തും അദ്ദേഹം പ്രതിപക്ഷത്തും ആണെങ്കിലും ഞങ്ങൾ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു വന്ന്. അദ്ദേഹം വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പ്രസംഗം നടത്തിയത്. ഇന്ന് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്, നമുക്ക് യോജിച്ച് പോരാടണം. അങ്ങനെ പോരാട്ടം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അതാണ് ചോദ്യം. ഈ 4/3 ഭൂരിപക്ഷത്തിന് ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ്. അവരന്ന് ഭരിച്ച സംസ്ഥാനങ്ങളുടെ അവസ്ഥ കേരളത്തെ പോലെയാണോ? കേരളത്തിൽ ഒരുപാട് മാറ്റം വന്നു, അത് വികസന രംഗത്ത് ഞാൻ പറയാം. അതല്ലാതെ തന്നെ ഇപ്പോ പൗരത്വം മതപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ഒരു കൂട്ടരെ മാറ്റി നിർത്തണം. ഒരു മതക്കാർ ഒന്നായിട്ട് നിൽക്കില്ല, അടുത്ത തവണ മറ്റവരായിരിക്കും. ഇതൊരു ഹിറ്റ്ലറുടെ ഫാസിസ്റ്റ് തന്ത്രമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസ് മൗനം ദീക്ഷിച്ചു. കോൺഗ്രസിന്റെ അഭിപ്രായമില്ല. നമ്മളിപ്പോൾ ആരോടെങ്കിലും പ്രത്യേക വൈരാഗ്യം ഉണ്ടായിട്ടല്ലല്ലോ. നമ്മൾ ഈ പറയുന്ന ആശയഗതികൾ നാളെ ഇന്ത്യ എങ്ങനെ ബാധിക്കും? ഒരു കാലത്ത് സ്വൈര്യമില്ലാത്തവരുടായിട്ട് മാറില്ലേ നമ്മുടെ രാജ്യം? അതുകൊണ്ടാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. ഇടതുപക്ഷം ശക്തമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ഭരണഘടനയും മതേതരത്വവും നിലനിർത്താൻ വേണ്ടി പോരാട്ടം നടത്തുകയാണ്. അത് തന്നെ ആയിരിക്കില്ലേ ഒരുപക്ഷെ വടകരയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രസക്തമായ ഈ പൗരത്വ നിയമം തന്നെ വടകരയിൽ വലിയ രീതിയിൽ പ്രതിഫലിക്കില്ലേ? ഉറപ്പായിട്ടും. പൗരത്വ നിയമം മാത്രമല്ല, കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്, ഭീതിയിലാണ്.
ആരാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശബ്ദമുയർത്തുന്നത് ശ്രദ്ധിക്കുകയാണ്. കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം ഉണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. BJPക്ക് ബദലായി കോൺഗ്രസ് വരുമെന്ന് പ്രചാരണം നടത്തി. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ട് രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ചിന്തിച്ചു കോൺഗ്രസ് ബദലായിട്ട് വരുമെന്ന്. ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു കോൺഗ്രസിന് ഇത്ര സീറ്റ് കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് തകർന്നതിൽ ഞങ്ങൾ അത്യാഹ്ലാദം പ്രകടിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ നയവൈകല്യം കാരണം ഇപ്പൊ കോൺഗ്രസ് എടുക്കുന്ന സമീപനം എന്താ? ആ സമീപനം കാരണമാണ് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാണെന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്തവര് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞില്ലല്ലോ. ഇവിടുന്ന് തെറ്റിദ്ധരിച്ച് ഇവിടുന്ന് ഒരു 18 ആളിപ്പം UDFന്റെ ക്യാമ്പിലാണ് MP മാരുള്ളത്. 19 പേര് ജയിച്ചിരുന്നു, ഒരാൾ ഇടതുപക്ഷത്തേക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ 18 പേർ. ആ 18 പേർ എത്ര നിസ്സംഗരായിട്ടാണ് നിന്നത് അതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാമത്തത്, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാണ്. അതുകൊണ്ട് കോൺഗ്രസിനൊരു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രബല കക്ഷിയായിട്ട് വരാനൊന്നും കഴിയില്ല. ഇന്ത്യ മുന്നണി രൂപം കൊണ്ടിട്ടുണ്ട്. വ്യത്യസ്ത അഭിപ്രായമുള്ള പാർട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കണമെന്നുള്ള കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അതിനകത്ത് ഇടതുപക്ഷം പ്രബലമായൊരു ശക്തിയായിരിക്കണം. എത്രത്തോളം ഇടതുപക്ഷം ശക്തമാകുന്നുവോ, നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യതാണ്, ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ. അത് വടകരയിൽ പ്രസക്തമല്ലേ? ആ ഒരു മുദ്രാവാക്യത്തിന് വടകരയുടെ ഒരു സോഷ്യൽ ഇക്കോ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ മുദ്രാവാക്യത്തിന് വടകരയിൽ എത്രമാത്രം പ്രസക്തിയുണ്ട്? വടകരയിൽ വളരെ പ്രസക്തിയുണ്ട്. വടകരയിലെ ജനങ്ങൾ അതിനനുസരിച്ച് ചിന്തിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ ആരോടെങ്കിലും ഉള്ള വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ ഒന്നുമല്ല പ്രധാനം. ആരാണ് ഇന്ത്യൻ പാർലമെന്റിൽ സുരക്ഷിതത്വത്തിന് വേണ്ടി നിലകൊള്ളുക? ഞാൻ LDFനെ പ്രദാനം ചെയ്യുകയാണ്. ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വാക്കു കൊടുക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ എത്തിയാൽ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിനും ഇന്ത്യയുടെ മതേതരത്വം കാക്കുന്നതിനുമുള്ള ഏതവസരത്തിലും എൻ്റെ ഒരു ശബ്ദം വടകരയുടെ ശബ്ദമായി അവിടെ ഉയരും. അതാണ് ജനങ്ങളോട് പറയുന്നത്. അപ്പൊ അത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അവസാനമായി ടീച്ചർക്ക് വടകരയിലെ വോട്ടർമാരോട്, കാരണം പാർലമെന്റ് മണ്ഡലത്തിൽ നിരവധി പ്രദേശം കിടക്കുകയാണ്, പ്രേക്ഷകർ തത്സമയം കാണുകയാണ്, അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ വളരെ സുചിന്തിതമായി തവണത്തെ വോട്ട് രേഖപ്പെടുത്തണം. ഞാൻ ജയിച്ചാൽ 3 കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അത് നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിനനുകൂലമായി നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ഈ യൂണിറ്റി, മതേതരത്വം അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ കിട്ടുന്ന അവസരത്തിൽ എൻ്റെ ശബ്ദം ഉയരും എന്നുള്ളതാണ്. രണ്ടാമത്തത് കേരളത്തിന്റെ അവകാശമാണ്. ഞാൻ കേരളത്തിൽ 5 വർഷക്കാലം മന്ത്രിയായിരുന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്കറിയാം എത്ര സാഹസികമായിട്ടാണ് കിട്ടാനുള്ളത് പിടിച്ചു വാങ്ങാൻ പോകേണ്ടത്. കിട്ടാനുള്ളത് പിടിച്ചു വാങ്ങലല്ല, തരലാണ് യഥാർത്ഥത്തിൽ. ഇവിടുന്ന് ടാക്സ് അങ്ങോട്ട് പിരിച്ചെടുക്കുക. ഫെഡറൽ രീതി അങ്ങനെയാണല്ലോ. ഇവിടെ പിരിച്ച് ഇവിടെ ചെലവഴിക്കാൻ അധികാരമില്ലല്ലോ. അപ്പോൾ നമുക്ക് എബോവ് 50% സ്റ്റേറ്റിന് തന്നിരിക്കണം. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് മാറണം, അതിന്റെ നിയമാവലികൾ മാറണം. അപ്പോൾ നമുക്ക് കൂടുതൽ കിട്ടണം. ഇപ്പം 30% പറഞ്ഞിട്ട് അതുപോലും കിട്ടുന്നില്ല. ആരോഗ്യ മേഖലക്കും കൂടുതൽ. ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന ആളായതുകൊണ്ട് ഇപ്പം GDPയുടെ 2% താഴെയാണ് ചെലവ്. ഇപ്പോൾ 1%. അതല്ല, GDPയുടെ 10% കൂടുതൽ ആരോഗ്യ മേഖലയ്ക്ക്. ഇതെല്ലാം അവിടെ ചെന്നിട്ട് പറയാൻ പോവാണ് ജയിച്ചു വന്നാൽ ജനങ്ങളത്. മറ്റൊന്ന് വടകരയുടെ പ്രശ്നങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മലയോര മേഖലയിലും കടലോര മേഖലയിലുള്ള പ്രശ്നമാണ്. ഞാൻ തീരദേശത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ മത്സ്യത്തൊഴിലാളികളെല്ലാം പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ ഹാർബർ അത് മെച്ചപ്പെടുത്തണം. മത്സ്യത്തൊഴിലാളികൾക്ക് പാടുപെട്ട് കടലിൽ പോയി മത്സ്യമെല്ലാം പിടിച്ചു വരുമ്പോൾ അവർക്കൊരാശ്വാസം ഉണ്ടാകണ്ടേ? ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. കുറവാണ്, തീരെ കുറവാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തിക്കൊണ്ട് തീരദേശത്ത് നിങ്ങൾ CRZ ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ആ നിയമാവലികൾ അനുസരിക്കുമ്പോൾ ആ ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസവും കൂടി നിങ്ങൾ കാണണം. ഹാർബർ മെച്ചപ്പെടുത്തുന്നത് മാത്രമല്ല, CRZന്റെ ഭാഗമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗം സെൻട്രൽ ഗവൺമെന്റ് നിർദ്ദേശിക്കണം. അതിനുവേണ്ടി ശക്തമായിട്ട് ഞാൻ ആവശ്യപ്പെടും. ഹാർബറൊക്കെ മെച്ചപ്പെടുത്തുന്നതിനും. മലയോരത്ത് പോയാൽ അവിടെ വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള കോൺഫ്ലിക്ട്സ് ആണ്. സംസ്ഥാന ഗവൺമെന്റ് മാത്രം വിചാരിച്ച പരിഹരിക്കാൻ കഴിയുന്നതല്ലത്. നിയമങ്ങൾ, വനനിയമങ്ങൾ കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനകത്ത് ചില ഭേദഗതി ഉണ്ടാകണം. ചില സ്പീഷീസ് കണ്ടമാനം പെരുകുമ്പോൾ അതെങ്ങനെയാണ് കുറച്ചു കൊണ്ടുവരിക തീരുമാനിക്കണം വിദഗ്ധർ. രണ്ടാമത്തത്, അവിടെ ഈ വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രത്തിലേക്ക് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ, അതിന് വലിയ പൈസ ചെലവാകും. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് എടുത്താലൊന്നും അത് തികയില്ല. അതുകൊണ്ട് അതിന് ഞങ്ങളൊരു പ്രത്യേക പ്രോജക്റ്റ് ഉണ്ടാക്കും. ആ പ്രോജക്റ്റ് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. പിന്നെ യുവാക്കളുടെ, തൊഴിലില്ലാത്ത യുവാക്കളുടെ, എനിക്ക് തോന്നുന്നു യുവാക്കളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഞാൻ പോകുന്നിടത്തെല്ലാം യുവാക്കളുടെ ഒരു വലിയ
ആഹ്ലാദവും അതുപോലെ തന്നെ ആവേശവും കാണാനിടയായിട്ടുണ്ട്. അഭ്യസ്തവിദ്യരായ യുവാക്കൾ വിശേഷിച്ച് ഞാൻ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയപ്പോഴും എന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കളുടെ കൂട്ടായ്മകൾ രാഷ്ട്രീയമല്ല അവർ ഇനിയും കോവിഡൊക്കെ വന്നപ്പോൾ അപ്പം ഞങ്ങൾക്കതൊരു ഒരു അനുഭവമായിരിക്കും. പറഞ്ഞാൽ എത്രയോ ഡിസ്കഷനിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല അവരുടെ കരിയർ ഗൈഡൻസ്, അവർക്ക് മറ്റു സ്ഥലത്ത് ജോലി തേടി പോകാനുള്ള അവസരമുണ്ടാക്കൽ കുറേയൊക്കെ MLA മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതിനെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് വടകര മണ്ഡലത്തിൽ യുവാക്കൾ ആവശ്യമായ സംരംഭങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ MP എന്നുള്ള നിലയിൽ എനിക്ക് സാധ്യമായതെല്ലാം ചെയ്യും. സ്ത്രീകളുടെ പിന്നെ പറയാനില്ല, ഞാൻ സ്ത്രീകളുടെ അവകാശവും പറഞ്ഞു വന്ന ആളാണ്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ സ്ത്രീകളുടെ അവകാശം അത് വ്യത്യസ്ത രീതിയിലാണ്. ഇപ്പോൾ കടലോരത്തുള്ള സ്ത്രീകളുടെ ആവശ്യങ്ങൾ കുറെ കൂടുതലാണ്. എന്നാൽ അഭ്യസ്തവിദ്യരായ സ്ത്രീകളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ പരിഹസിച്ചല്ലോ UDF-കാര്. ഞാനവരെ അങ്ങേയറ്റം നമിക്കുന്നു, ബഹുമാനിക്കുന്നു. കാരണം അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് അനുഭവിച്ചൊരു കുടുംബത്തിലൂടെ വന്നയാളാണ് ഞാൻ. എൻ്റെ അമ്മയും അമ്മമ്മയും എല്ലാം തന്നെ അന്നത്തെ 30-40 കാലഘട്ടത്തിൽ ഐശ്വര്യവും അനുഭവിച്ചിട്ടുണ്ട്, ദാരിദ്ര്യവും അനുഭവിച്ചിട്ടുണ്ട്. രണ്ടും. ആ ദാരിദ്ര്യത്തിന്റെ കാലത്ത് അവനവൻ അധ്വാനിച്ച് കിട്ടുന്ന 5 പൈസക്ക് എത്ര വിലയുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് തൊഴിലാളികളെ തൊഴിലുറപ്പിന്റെ പെണ്ണുങ്ങളാണോ എന്നെല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് വിഷമമായിട്ടുണ്ട്, അവർക്കെല്ലാം വിഷമമായിട്ടുണ്ട്. അപ്പോൾ ആ തൊഴിലാളികളുടെ എല്ലാം ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗം ഉണ്ടാകണം ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രിയോറിറ്റി ഈ കഷ്ടപ്പെടുന്ന ജനങ്ങളായിരിക്കണം മുൻഗണന, അല്ലാതെ കോർപ്പറേറ്റ് മുതലാളികളല്ല. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തോളൂ, വ്യവസായമൊക്കെ വേണം ഇവിടെ. പക്ഷേ നിങ്ങളുടെ പ്രിയോറിറ്റി എപ്പോഴും എവിടെയായിരിക്കണം? അധ്വാനിക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളിലായിരിക്കണം. അത് ഈ വടകരയിലെ ജനങ്ങൾക്ക് വേണ്ടി, അത് അവർക്ക് വേണ്ടി തുല്യമാണ്. നിങ്ങൾ ഇതെല്ലാം പറയാൻ എനിക്കൊരു അവസരം തരണം. ഞാൻ എങ്ങനെയാണോ മന്ത്രിയായപ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചത്, ജനങ്ങളുടെ കൂടെ, അതുപോലെ ഒരു MP-യുടെ എന്തൊക്കെ MP-ക്ക് സാധിക്കും അത് മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ സാധ്യത അനുസരിച്ച് ഞാൻ ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇത്തവണ എനിക്ക് തന്ന് പാർലമെന്റിൽ പ്രവർത്തിക്കാൻ ഒരവസരം ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ടീച്ചർ തിരക്കിലാണ്, ആശംസകൾ. വളരെ കൃത്യമായി തന്നെ ടീച്ചർ പറയുന്നത് 3 കാര്യമാണ്. ഒന്ന്, ഇന്ത്യയുടെ മതേതരത്വം, ഭരണഘടന സംരക്ഷിക്കൽ. രണ്ടാമത്തെ കാര്യം, കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ പാർലമെന്റിൽ നിന്നും പൊരുതി നേടിയെടുക്കൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നോക്കാവസ്ഥയിലുള്ള വടകരയെ മുന്നോക്ക അവസ്ഥയിലേക്ക് വികസന പാതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ചോമ്പാലയിൽ നിന്നും ക്യാമറാമാൻ രാജേഷ് വള്ളിരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24.